രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പേരെന്താ? എന്റെ പേര് വിശ്വാസം. ഞാൻ ചേക്കറായി വളപ്പില്ല. ചേക്കര വളപ്പ് പിന്നെ ബീച്ച് ഹോസ്പിറ്റലിന്റെ സൈഡ് കസ്റ്റംസ് കഴിക്കുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാനുള്ള കാരണം എന്താണ്? നിങ്ങള് പേരെന്താ പറഞ്ഞത്? സെമീറ. രണ്ടാമത്തെ ആളത് സഫീദ. മൂന്നാമത്തെ ആളെ മോൻ്റെ അഹമ്മദ് അബ്ദുള്ള. സാറേ നമസ്കാരം. ഈ വീഡിയോ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ്, DLS, ജില്ലാ കലക്ടർ, അവർക്ക് വേണ്ടിയിട്ടാണ്, അവരെ ശ്രദ്ധപ്പെടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വയോജനങ്ങൾക്കുള്ള ഒരു പാക്കേജ്. പക്ഷേ അത് നടപ്പിലാവും, അത് സത്യ. വാക്ക് പറഞ്ഞാൽ പാലിക്കും, പാലിച്ചിരിക്കും. അതാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ഞാൻ ഉദാഹരണം പറയാണ്, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഇതിൽ പറയുന്ന, ഇപ്പം പറഞ്ഞ ഞാൻ കലക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മളെല്ലാവരും ദാഹിച്ചാലാണ് വെള്ളം കുടിക്കുന്നത്, വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മരണപ്പെട്ടിട്ട് ആ നീതി നടപ്പിലാക്കിയിട്ട് യാതൊരു കാര്യമില്ല. വൈകി പോണതിനനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതിനുള്ള പരിഹാരം ലഭിക്കാതാകാൻ. മുമ്പത്തെ സർക്കാരിലേറെ ഈ നീതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുപോലെ ആകരുത് പ്ലീസ്. ഇതൊരു വിനീതൻ്റെ യാചനാണ്, കരുണാണ്. അങ്ങ് ഈ വീഡിയോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ജനങ്ങളായി പെടുക്കുന്ന നമ്മളെ മനസാക്ഷി, കാരുണ്യ മനസ്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അറിയുന്നവർ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ശബ്ദിക്കണം. ഒറ്റപ്പെടുന്നവരെ സങ്കടം, പ്രയാസം ഒന്ന് വേറെ തന്നെയാണ്. ആ വാക്കുകൾ കേട്ട് നിൽക്കാനും ഒരു സന്മനസ് വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഉമ്മ, വിച്ചിപ്പാത്തു എന്ന് പറഞ്ഞ ഉമ്മ, 3 മക്കളുണ്ട്. ആ ഉമ്മക്ക് 22 കൊല്ലം പ്രവാസി ലോകത്തേരുന്നവർ, അവരധ്വാനിച്ചതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം അദ്ദേഹത്തിന് ആരുമില്ല. ഹൃദയപൂർവ്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമൊന്നുമില്ല സാറേ. വാടക കെട്ടിടാണ്. എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവർക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആരോഗ്യമുള്ളവരൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കും, ചിലപ്പോൾ പ്രൈവറ്റുകാരെ എടുക്കും, വൃദ്ധസദനം. പക്ഷെ കിടപ്പ് രോഗികളെ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അങ്ങനെയാണ് മനുഷ്യത്തൊഴിലാളികൾ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ കിടപ്പ് രോഗികളെ കൊണ്ടുപോയി സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, ഒരു വൃദ്ധസദനം. കുറേ ചോദിച്ചിട്ടുണ്ട് സർക്കാരോട്. ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ലേശം സ്ഥലം തരോ, നമുക്കൊരു കെട്ടിടം എടുക്കാൻ തന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആരോരുമില്ലാത്തവരെ ശ്രദ്ധിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവങ്ങളാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? തെറ്റുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. പാവങ്ങൾ അതിൻ്റെ ഒത്ത് വരുന്ന മേഖലയാണ്. അതിൻ്റെ ഒത്ത് വരുന്ന ഏറ്റവും അവകാശമുള്ള ആൾക്കാരാണ് ആരോരുമില്ലാത്തവർ. അവർക്കൊരു 10 പൈസൻ്റെ ഗുളിക വരെ വാങ്ങിക്കൊടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അത് മനസാക്ഷിയുള്ള പല സംഘടനകളും മുന്നോട്ട് വന്നിട്ട് പരിചരിക്കാൻ വേണ്ടി നിൽക്കും. അവരെ മനമൂത്ര വിസർജനം, കുളിപ്പിക്കാനും കക്കൂസിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് വരാത്ത കുറേ കാര്യങ്ങളുണ്ട്. പബ്ലിക്കിൽ പറയാൻ പറ്റില്ല സാറേ, പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു. ഇന്നും ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാവരും നമ്മൾ സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്നവരുടെ ശബ്ദം കേൾക്കാനും വേണ്ടിയിട്ടാണ്. അവരുണ്ട്. അതേപോലെ തന്നെയാണ് DLS. ഇവർക്ക് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്താനും അവർക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. സംസാരശേഷി ഇല്ലാത്ത ഒരാൾ എവിടെ ചെന്ന് പറയും സാറേ? ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ, നടക്കാൻ പറ്റാത്ത ഒരാൾ, ഇവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അതിനല്ലോ അവിടെ എത്തേണ്ടത്. ഈ ഒറ്റപ്പെടുന്നവരത്ത് എത്തണ്ടേ? അങ്ങനൊരു സംഭവമുണ്ട് സാറേ, പറയാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ സാർ ഇതൊന്ന് പെട്ടെന്ന് നടപ്പിലാക്കിയിട്ട്
ഈ സ്വന്തം മക്കൾ മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നതായി കഴിഞ്ഞാലും ഒറ്റപ്പെടുത്തുന്നതായാലും അവർക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടാനും വേണ്ടിയിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം. നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ ജില്ലയിലും റോഡിൽ വഴിയോരത്ത് അലിഞ്ഞിരി നടക്കുന്ന മാനസിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സാർ. അവർക്കൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ ഉമ്മപ്പുള്ളത് നമ്മളെ കൂടാണ്. ആയ കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് മക്കളെ പോറ്റി വളർത്തിയിട്ട് ഇന്ന് മക്കൾക്ക് വേണ്ട. 3-4 ദിവസം മലമൂത്ര വിഷയത്തിൽ ബെഡിൽ ആ വീടിൻ്റെ ഓണറൊന്നും അവിടെ പോയതാണ്. വാടകയ്ക്കായിരുന്നു അവർ. ഇപ്പോൾ വാടക കൊടുക്കാൻ പറ്റായിട്ട് ആ വീട് ഓണർ പറഞ്ഞ് സ്ഥലം മാറണം എന്ന് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കുന്നത്. അരക്കിണറാണ് അവരിപ്പോൾ താമസിച്ചത്. അരക്കിണർ പോയിട്ട് എടുക്കുകയാണ്. മാറാട് പോലീസ് വിളിച്ച പ്രകാരം അവിടുത്തെ ഒരു ലെറ്റർ വാങ്ങി, കൗൺസിലർ ലെറ്റർ വാങ്ങി, കുറച്ച് സാക്ഷ്യപത്രം കൂടിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലേ ഒരാളെ ഏറ്റെടുക്കേണ്ടത്. നമ്മളെ അടുത്തുള്ളവരെ, നമ്മളെ മരണം വരെ അവരെ സംരക്ഷിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അവരെ രോഗം പിടിപെടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള പരിഹാരം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് വന്നിട്ട് ഈ സങ്കടം പറയുന്നത്. നിങ്ങളോടല്ലാതെ ഇനി ആരോടാണ് പറയുക സങ്കടങ്ങൾ? ശരി സാർ, മറ്റാരോടും ഒന്നും പറയാനില്ല. താങ്ക് യു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ കേൾക്കുമ്പോൾ അതും തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്.